അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. നമ്മുടെ ഈ വിശിഷ്ട പരിപാടിയെ ധന്യമാക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ടൂറിസം പൊതുമരാമത്ത് മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് സാർ, നമ്മുടെ MLA-മാർ, അതുപോലെ തന്നെ ഈ പട നയിച്ചുകൊണ്ട് മാനവിക സന്ദേശം വളരെ ശക്തമായ ഭാഷയിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ കേരളത്തെ മുഴുവൻ ധരിപ്പിക്കാൻ നേതൃത്വം നൽകിയ നമ്മുടെ പ്രിയങ്കാരനായ സുഹൃത്ത് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ് അവർകൾ, ആ സംഘത്തിന് എല്ലാ അർത്ഥത്തിലും സർവ്വവിധ പിന്തുണയും നൽകിക്കൊണ്ട് കൂടെ യാത്ര ചെയ്ത നേതാക്കൾ, ഈ സ്ഥാപനത്തിലെ ഗുരുവര്യന്മാർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹൃദയരായ ശ്രോതാക്കൾ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നന്മ ചെയ്യാൻ തൗഫീഖ് വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ആമുഖ പ്രഭാഷണം ഒരു സുദീർഘമായ സംസാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നില്ല. മിനിസ്റ്ററും MLA-മാരും എല്ലാവരും നല്ല തിരക്കിലായിരിക്കും എന്ന് മനസ്സിലാക്കുകയാണ്. 60 വർഷത്തിലധികമായി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു തആല ഉസ്താദ് അവറുകൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ഞാൻ മിനിസ്റ്റർ അടക്കമുള്ളവരുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൊണ്ടുവരാൻ വേണ്ടിയാണ് അവിടെ നിന്ന് ആരംഭിക്കുന്നത്. 60 കൊല്ലത്തോളമായി തൻ്റെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഒരു ഗുരുനാഥൻ ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്ന വചനം, എനിക്കത് ഇപ്പോൾ ഓർമ്മ വന്നത് രാജ്യസഭാ MP-ആയ റഹീം സാഹിബ് ഈ മാനവിക സഞ്ചാരത്തിൻ്റെ പരിപാടിയിൽ അദ്ദേഹം നടത്തിയൊരു പ്രസംഗം ഞാൻ ഇന്നാണ് കേട്ടത്. അവിടെ അദ്ദേഹം നടത്തിയ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് ഇന്ന് ഇത് ഇവിടെ പറയണം എന്ന് തോന്നി. 10 മിനിറ്റ് മുമ്പാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം കേട്ടത്. അഥവാ തൻ്റെ അനുയായികളെ കൊന്നുകളഞ്ഞ, തൻ്റെ അനുയായികളെ പരിക്കേൽപ്പിച്ച, തനിക്കും അനുയായികൾക്കുമൊക്കെ സ്വന്തം നാട് വിട്ടു പോകേണ്ട അവസ്ഥ ഉണ്ടാക്കിയ ആ ശത്രുക്കളൊക്കെ ആയുധം വെച്ച് കീഴടങ്ങിയപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളിൽ ചിലർക്കെങ്കിലും ടിറ്റ് ഫോർ ടാറ്റ്, ഇതിന് നന്നായി ഒരു പ്രതികാരം ചെയ്യണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹം അവർ പ്രവാചകരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. ചിലരൊക്കെ പറഞ്ഞു, പ്രവാചകരെ, അങ്ങയുടെ ഒരു അനുയായിയായി എന്ന കാരണത്താൽ സുമയ്യ എന്ന പാവം സഹോദരി, അവരെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പീഡനത്തിനിരയാക്കിയ സമൂഹമാണിവർ. ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൽ കിടത്തി ഭാരമുള്ള കല്ല് മാറിൽ കയറ്റിവെച്ച് തീയിലിട്ട് പഴുപ്പിച്ച ഇരുമ്പിൻ്റെ ദണ്ട് മൂത്രദ്വാരത്തിലൂടെ പ്രവേശിപ്പിച്ചുകൊണ്ട് ഡു ഓർ ഡൈ, ഈ ഡു ഓർ ഡൈ എന്നൊക്കെയുള്ള മുദ്രാവാക്യം പൊളിറ്റീഷ്യൻസിന് നല്ലവണ്ണം പരിചയമുണ്ടാവും. എന്നാൽ അതിൻ്റെയും മുമ്പാണ് ആ പാവം പെണ്ണിനോട് അന്നത്തെ ശത്രുക്കൾ പറഞ്ഞത് ഡു ഓർ ഡൈ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മുഹമ്മദിൻ്റെ പാർട്ടിയിൽ നിന്ന് പിന്മാറുക, അല്ലെങ്കിൽ മരണം വരിക്കുക എന്നായിരുന്നു. ആ സഹോദരി അവരോട് പറഞ്ഞു, നിങ്ങൾക്കെൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കാം,
നിങ്ങൾക്കെൻ്റെ ആ നാവ് അരിഞ്ഞു മാറ്റാം, ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഇഞ്ചിഞ്ചായി മുറിച്ചു മാറ്റാം. പക്ഷേ ഞാൻ എൻ്റെ ഹൃദയത്തിൽ പൊന്നുപോലെ സൂക്ഷിക്കുന്ന വിശ്വാസത്തിന് ചെറിയൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ നിങ്ങളുടെ ഈ ആക്രമങ്ങൾക്ക് സാധ്യമല്ല എന്ന് ഇസ്ലാമിൻ്റെ പേരിൽ ആദ്യം ശക്തമായി പ്രഖ്യാപിച്ചത് ഒരു വനിതയായിരുന്നു, ഒരു വനിതാ പ്രവർത്തകയായിരുന്നു. പക്ഷേ അവർ കൊടിപിടിച്ച് മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്നില്ല എന്നുള്ളത് സത്യമാണെങ്കിലും ആ ചരിത്ര ഭൂമിയിൽ അത്തരമൊരു പ്രഖ്യാപനം നടത്തി. ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രവാചകരോട് പ്രതികാരം ചെയ്യണം എന്ന് ചിലരെങ്കിലും ആവശ്യപ്പെട്ടു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ. റഹീം ഖുർആൻ പറഞ്ഞ ഭാഗം അല്ല അവിടെ ഉദ്ധരിച്ചത്, അദ്ദേഹം ഉദ്ധരിച്ചത് ഹദീസിൽ പറഞ്ഞ അൽ യൗമ യൗമുൽ മർഹമ, ടുഡേ ഈസ് എ ഡേ ഓഫ് മേഴ്സി. ഇന്ന് കാരുണ്യത്തിൻ്റെ ദിവസമാണ്, ഇന്ന് പ്രതികാരത്തിൻ്റെ ദിനമല്ല. തീർച്ചയായിട്ടും വളരെ വലിയ ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ട് SYSൻ്റെ സംസ്ഥാന കമ്മിറ്റി ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെയും മറ്റ് സാദാത്തുക്കളുടെയും ഉസ്താദുമാരുടെയും നേതൃത്വത്തിൽ കേരളത്തിൻ്റെ വടക്ക് നിന്ന് തെക്ക് വരെ പ്രയാണം ആരംഭിച്ചപ്പോൾ രാഷ്ട്രീയ, ജാതി, മത, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ, ലിംഗവ്യത്യാസമില്ലാതെ എന്ന് ഞാൻ മനഃപൂർവ്വം ഇവിടെ പറയുന്നില്ല. കാരണം ആ യാത്ര ആ ലിംഗവ്യത്യാസമില്ലാതെ എല്ലാവരും കൂടി കൂടേണ്ടതായിരുന്നില്ല. ഏതായാലും ജാതി, മത, വർഗ, വർണ്ണ, ദേശ, ഭാഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ആ സന്ദേശം ഏറ്റെടുത്തു എന്നത് SYS ലോകത്തിൻ്റെ മുമ്പിൽ നൽകുന്ന സന്ദേശം എന്താണെന്നതിൻ്റെ തെളിവാണ്. ആ സന്ദേശം ഉയർത്തിക്കൊണ്ടൊരു സഞ്ചാരം നടത്താൻ SYSനെ പ്രോത്സാഹിപ്പിച്ചത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ മകൻ അതിന് നേതൃത്വം നൽകണമെന്ന് കേരളത്തിലെ ജനത തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാന കാരണത്തിലേക്കാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയിരുന്നത്. 60 വർഷമായി തൻ്റെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളോട് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ശിഷ്യന്മാരോട് ആദ്യമായി പറഞ്ഞു കൊടുത്ത ഒരു വലിയ മെസ്സേജായിരുന്നു. ഇറ്റ് വാസ് എ ഗ്രേറ്റസ്റ്റ് മെസ്സേജ്. അതിനോട് തുല്യമായ മറ്റൊരു മെസ്സേജ് ഉണ്ടായിരുന്നില്ല. ആ മെസ്സേജ് എന്താണെന്നറിയാമോ? അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർള്. അറബി ഭാഷയുടെ അടിസ്ഥാന അല്ലെങ്കിൽ ബാലപാഠങ്ങൾ മാത്രം അറിയുന്നവരോട് ഇർഹമൂ മൻ ഫിൽ അർള് എന്നതിൻ്റെ അർത്ഥം ചോദിച്ചാൽ ഭൗമോപരിതലത്തിലുള്ള സകലരോടും, അവിടെ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ റിലീജിയൻ, ദെയർ കാസ്റ്റ്, ദെയർ ജെൻഡർ, ഒരു പരിഗണനയും ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് പോലെ എല്ലാ അർത്ഥത്തിലും ഈക്വലായിട്ടുള്ള പെരുമാറ്റവും കാരുണ്യവുമാണ് ഈ മതത്തിൻ്റെ സന്ദേശമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ലക്ഷക്കണക്കിന് ശിഷ്യന്മാരെ ഉണർത്തിക്കൊണ്ടാണ് ഇവിടെ ഓരോ ദിവസവും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തൻ്റെ ക്ലാസ്സുകൾ തുടങ്ങുന്നത് എന്ന കാര്യം ഇവിടെ കൂടിയ അത് പരിചയമില്ലാത്ത ഗസ്റ്റുകളുടെ അറിവിലേക്കായി ഫോർ യുവർ കൈൻഡ് അറ്റൻഷൻ ആൻഡ് ഇൻഫർമേഷൻ എനിക്കത് വളരെ സന്തോഷമുണ്ട് അത് പറയാനായി. ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ്. മാനവസഞ്ചാരത്തിലെ അനുഭവങ്ങൾ കേൾക്കാൻ നമുക്കൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ അതൊക്കെ കൂടി ഇവിടെ പറയാൻ സമയമുണ്ടാകും എന്ന് തോന്നുന്നില്ല. ഏതായാലും കേരള യാത്ര നടത്തിയപ്പോൾ മുഴുവൻ രാഷ്ട്രീയക്കാരും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു അങ്ങൊരു ഭാരതയാത്ര നടത്തണം എന്ന്. കർണാടക യാത്ര നടത്തിയപ്പോൾ അവിടെയും രാഷ്ട്രീയക്കാരും മതപണ്ഡിതന്മാരും ഒക്കെ പറഞ്ഞിരുന്നു അങ്ങ് ഭാരതയാത്ര നടത്തണം എന്ന്. ഭാരതയാത്ര എന്ന പേരിൽ ചന്ദ്രശേഖർജി പണ്ട് നടത്തിയതുപോലെ നടത്താൻ കാന്തപുരം ഉസ്താദിന് സാധിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ ഉറച്ച വിശ്വാസമുണ്ട്. കാന്തപുരം ഉസ്താദിൻ്റെ മകൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ് അവർക്ക് ആ ഭാരതയാത്രക്ക് തീർച്ചയായിട്ടും കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്.
പക്ഷേ അദ്ദേഹം കൈകാര്യം ചെയ്ത വിഷയങ്ങൾ ഞാൻ ഈ യൂട്യൂബിലും മറ്റുമാണ്. കാരണം യാത്രക്ക് ഇടക്ക് വെച്ച് പോലും ഇവിടെ നടന്ന സ്വീകരണ പരിപാടിയിൽ പോലും സംബന്ധിക്കാൻ പറ്റിയില്ല. അതിന് കാരണം മലേഷ്യയിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ കൂടെ പോകേണ്ടതുള്ളതിനാൽ അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. പക്ഷേ എന്ത് പ്രമേയമാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന കാര്യം ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് 1988 കേരള ശബ്ദം. അന്നത്തെ അതിൻ്റെ കവർ സ്റ്റോറി തന്നെ ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും എന്നായിരുന്നു. അന്ന് നമ്മുടെ ഈ ഫാക്ഷനൽ ഫൈറ്റിംഗ് അതിരൂക്ഷമായ സമയമാണ്. അന്ന് ഈ കേരള ശബ്ദത്തിൻ്റെ കവർ സ്റ്റോറി എടുത്തുകൊണ്ട് കാന്തപുരത്തെ ആക്രമിക്കാൻ എല്ലാവരും എന്ന് തന്നെ പറയാം, അഥവാ അവരുടെ ശത്രുക്കൾ ഒന്നായിട്ട് ഒരുമിച്ച് കൂടിയ സമയമായിരുന്നു. പക്ഷേ കാന്തപുരം ഉസ്താദ് അത് ക്ലിയർ ചെയ്തു. രാഷ്ട്രീയക്കാർ ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന നമ്മുടെ സോവറിൻറ്റിയും നമ്മുടെ സോഷ്യലിസവും നമ്മുടെ സെക്യുലറിസവും നമ്മുടെ ഡെമോക്രസിയും ഇതൊക്കെ നശിപ്പിക്കാൻ വേണ്ടി വലിയൊരു വിഭാഗം കേന്ദ്രത്തിൽ അധികാരമുള്ളവർ വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 75-ാം വാർഷികം നമ്മൾ ആഘോഷിച്ചിരിക്കുകയാണിപ്പോൾ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. രാഷ്ട്രീയക്കാർ മറ്റുള്ള മതവിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇവിടെ ഛിദ്രത ഉണ്ടാകാൻ കാരണമാകരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മതപണ്ഡിതന്മാരും തന്നെ അവരിടപെടേണ്ടാത്ത രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് എന്നും എപ്പോഴും ഉറക്കത്തന്നെ പറയും, അതിനൊരാളെയും പേടിയില്ല എന്ന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ അന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ ഒരു പ്രഖ്യാപനം ഒരുപക്ഷെ ടോണിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടെങ്കിൽ പോലും ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഉസ്താദ് അവറുകൾ ശക്തമായി ഉന്നയിച്ചിരിക്കുന്നു. ആ മെസ്സേജ് തന്നെയാണ് നമുക്കെല്ലാ രാഷ്ട്രീയക്കാരോടും കൂട്ടത്തിൽ മതത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകളോടും വ്യക്തികളോടും ഒക്കെ പറയാനുള്ളത്. അൽഹംദുലില്ലാ, യാത്ര വളരെ വലിയ വിജയമായി. ആ യാത്രയുടെ തുടർ ചലനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകണം. ഒരു കാര്യവും കൂടി ഞാൻ ആലോചിക്കുകയാണ്. ഉസ്താദിൻ്റെ നമുക്കറിയാം ജീവിത ചരിത്രം ഇറങ്ങിയത് ഈയിടെയാണ്. ആ ഉസ്താദിൻ്റെ വിശ്വാസപൂർവത്തിൽ ഒരിടത്ത് പറഞ്ഞത് ഞാൻ വായിച്ചു. അബ്ദുൽ ഹക്കീമിനെ ഞാൻ മർക്കസിൽ വിദ്യാർത്ഥിയായി ചേർക്കാൻ പാറന്നൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെ അടുത്ത് കൊണ്ടുപോയി. മൊയ്തീൻകുട്ടി മുസ്ലിയാരോട്, നമ്മുടെ ഉസ്താദാണ്, അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബറിടം സന്തോഷമാക്കി കൊടുക്കട്ടെ, പാറന്നൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാരോട് ഞാൻ പറഞ്ഞു, എൻ്റെ മകനാണ് അബ്ദുൽ ഹക്കീം, പക്ഷേ എൻ്റെ മകനാണെന്ന ഒരു പരിഗണനയും നൽകാതെയായിരിക്കണം അറിവ് പഠിപ്പിക്കേണ്ടതും അച്ചടക്കം പഠിപ്പിക്കേണ്ടതും എന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഈ അബ്ദുൽ ഹക്കീം ഉസ്താദിനെ സംബന്ധിച്ച് അന്ന് മർക്കസിൽ കൊണ്ടുപോയാക്കിയപ്പോൾ അന്ന് ഇവിടെ AP ഉസ്താദിൻ്റെ റൈറ്റ് ഹാൻഡായി പ്രവർത്തിച്ചിരുന്ന മർഹൂം PP ഉസ്താദിനോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കരുതുകയാണ് AP ഉസ്താദ് ആ രീതിയിൽ വളർത്തിയത് കൊണ്ട് തന്നെയാണ് ഉസ്താദിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളും മികച്ച രീതിയിൽ ഈ യാത്ര ഇത്രയും വലിയ വിജയകരമായി പര്യവസാനിച്ചതിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് തീർത്തും പറയാം. ഉസ്താദിൻ്റെ ധൈര്യത്തിന് ഞാൻ മറ്റു തെളിവൊന്നും പറയുന്നില്ല. മുനീർ സാഹിബ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ധൈര്യപൂർവ്വം എനിക്ക് പറയുകയും ചെയ്യാം. സുന്നി മേഖലയിൽ രാഷ്ട്രീയക്കാരോട് ഒട്ടി നിന്നുകൊണ്ട് സുന്നത്തിയമായത്തിൻ്റെ ആശയം പറയാൻ പറ്റാത്തൊരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ എത്രയോ അനുയായികൾ കൊല്ലപ്പെടുക പോലും ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അല്പം പോലും ശങ്കിച്ചു നിന്നില്ല. ഇവിടെ ഈ രാഷ്ട്രീയത്തിനെതിരെ പോരാടാഞ്ഞാൽ, അഥവാ രാഷ്ട്രീയത്തിനെതിരെ പോരാടുക എന്നല്ല, രാഷ്ട്രീയക്കാരുടെ സുന്നത്തിയമായത്തിനെതിരെയുള്ള പ്രചരണത്തിനെതിരെ പോരാടാഞ്ഞാൽ സുന്നത്തിയമായത്ത് പറയാൻ ഇവിടെ ആരും ഉണ്ടാവുകയില്ല. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ വേദിയിലേക്ക് എത്തുകയാണ്. ഞാൻ ഉടനെ തന്നെ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല ഉസ്താദ് അവർകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അസുഖം സുഖമായതിന് ശേഷം ഏതാണ്ട് വളരെ സജീവമായ യാത്രയിലാണ്. മലേഷ്യ കഴിഞ്ഞു, അത് കഴിഞ്ഞ് ബഗ്ദാദ് കഴിഞ്ഞ് ഇവിടെ എത്തിയിരിക്കുകയാണ്.
ഓരോ യാത്ര കഴിഞ്ഞും തിരിച്ചു വരുമ്പം നമുക്കൊക്കെ മുഖത്ത് നോക്കുമ്പം കാണൽ കൂടുതൽ ആരോഗ്യവാനായിട്ടുണ്ട് എന്നാണ്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. ഉസ്താദിൻ്റെ ആ ധൈര്യം ഇടതുപക്ഷത്തിന് അനുകൂലമായി നിന്നാൽ ഈ കേരള സമൂഹത്തിൽ എന്ത് സംഭവിക്കും എന്നത് നല്ല ഒരു ഭയം മറ്റുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ദീനിൻ്റെ വിഷയം പറഞ്ഞിട്ട് അതിന് മറ്റുള്ളവരൊക്കെ എതിരായി നിന്ന് ഇടതുപക്ഷം മാത്രമേ സപ്പോർട്ട് ചെയ്യണുള്ളൂ എങ്കിൽ, ഇനി അതല്ല ഇടതുപക്ഷവും സപ്പോർട്ട് ചെയ്യണില്ല എന്നാണെങ്കിലും ഒന്നും പേടിക്കേണ്ടതില്ല, നമ്മൾ പറയേണ്ടത് പറയണം എന്ന ആ ധൈര്യം, അൽഹംദുലില്ലാഹ്, ആ ധൈര്യമാണ് അരിവാൾ സുന്നി എന്ന പേര് വരെ സമ്പാദിക്കാനുള്ള ഒരവസരമായത്. സുന്നത്തിയമായത്തിൻ്റെ വിഷയം പറയുമ്പോൾ മുനമ്പത്തിലെ വഖഫിനെ പറ്റിയാണെങ്കിലും അത് വഖഫാണ് എന്ന് ഉറപ്പിച്ച് പറയണം. വഖഫിൻ്റെ പ്രോപ്പർട്ടി വിൽക്കാൻ ആയവർക്കെതിരെ ആക്ഷൻ എടുക്കണം എന്നും പറയണം. അത് രണ്ടും ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം അസ്ഗരിയും സഹയാത്രികരും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആകയാൽ ഈ യാത്ര എന്തുകൊണ്ടും വളരെ വിജയമായിരിക്കുന്നു എന്നതിലെ സന്തോഷം രേഖപ്പെടുത്താൻ കൂടിയാണ് പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന് വന്നു ചേർന്ന എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതവും നന്ദിയും ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ആമുഖ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.